എല്ലാവർക്കും നമസ്കാരം. ദേ നമുക്ക് വലയിട്ടപ്പോൾ കിട്ടിയത് ഇത്രയും പള്ളത്തിയാണേ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പള്ളത്തി. അതിൻ്റെ കൂടെ ഞാൻ ദേ വെള്ളത്തിലോട്ട് ഇട്ട് നോക്കുന്നത് ഉറക്കം തൂങ്ങി മീൻ എന്നാണ്. ഇതിൻ്റെ പേര് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പണ്ട് ആരോ പറഞ്ഞതാണ്, അത് തന്നെ ഞാനും അങ്ങ് പറഞ്ഞാണേ. കുഞ്ഞൊരു കോല, പിന്നെ പള്ളത്തി. നമ്മുടെ പാടത്തൊക്കെ വെള്ളം പറ്റുമ്പം പ്രധാനമായിട്ടും കിട്ടുന്ന കേട്ടോ. ഇതിനിപ്പോൾ നല്ല വിലയാണ്. പിന്നെ ഇത് എനിക്ക് തോന്നണു രോഹുവിൻ്റെ ചെറിയ കുഞ്ഞാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് പള്ളത്തി ഒന്ന് വെള്ളത്തിയിട്ട് നോക്കാം. ചെറുതായിട്ട് ജീവനുണ്ടോ എന്നൊരു ഡൗട്ട്. ഇതിന് ജീവനുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ വയമ്പ്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വയമ്പിൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പതിവ് പോലെ പറയുന്നു, ലൈക്കും കമൻറ്റും ഒക്കെ അങ്ങ് വാരി തന്നേക്കുക. കൂടുതൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നാ ഫോളോ ചെയ്യത്തില്ലേ? അപ്പോൾ ഫോളോയും ലൈക്കും ഒക്കെ തരുന്നതാണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ ഉള്ളൊരു ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ നമ്മൾ പള്ളത്തി വെട്ടാൻ പോവുകയാണേ. പള്ളത്തി കുഞ്ഞു മീനാണെങ്കിലും കഴിച്ചിട്ടുള്ള നാട്ടിൻ പുറത്തുകാർക്കറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഭയങ്കരം തന്നെയാണ്. ഫ്രൈ ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഫസ്റ്റിലെ പള്ളത്തിയുടെ മുള്ള് വെട്ടുക കേട്ടോ. രണ്ട് സൈഡിലെ മുള്ള് വെട്ടിയതിന് ശേഷമാണ് ഞാൻ തല വെട്ടുന്നത്. ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഈ സൈഡിലത്തെ ഈ രണ്ട് മുള്ള് കണ്ടത് ഇതും കൂടെ ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞ്, പിന്നെ ഇതിങ്ങോട്ട് കളഞ്ഞ്, പിന്നെ അകത്തെ വേസ്റ്റ് കുടലൊക്കെ അങ്ങോട്ട് കളഞ്ഞ്. കൂടുതൽ വള്ളത്തിൽ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ തലയും മുള്ളും ഒക്കെ കളഞ്ഞിട്ട് ചട്ടിയിൽ ഉപ്പുകല്ല് വാഴയില ചെറുതായിട്ട് കീറിയിട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്തിരി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത്. മീൻ വെട്ടുന്ന ചട്ടിക്കകത്തതേ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് ദേഷ്യത്തോടെ ഉള്ളൊരു സംസാരം ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, കേൾക്കുന്നൊക്കെ. പിന്നെ പള്ളത്തി ഉപ്പൊക്കെ ഇട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? അത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായിലൂടെ വെള്ളം വരുവാണേ. അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കും, ഉണക്കപ്പള്ളത്തി ചമ്മന്തി. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഉണക്കമീൻ്റെ ഫാനാണ്. എല്ലാ മീനുകളും ഇങ്ങനെ ഉണക്കമീനാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും കൂടാതെ സ്റ്റാറും ഒക്കെ തരണം കേട്ടോ. അടുത്തതായി ഏത് ഫിഷിൻ്റെ ക്ലീനിങ് വീഡിയോ ഇടണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മീനാണോ? വെള്ളത്തിൻ്റെ ഒഴുക്കിലും ആ ഒഴുക്കിൽ ഇങ്ങനെ നിൽക്കുവേ. സാധാരണ മീനെ പോലെ പോകത്തില്ല. അതുകൊണ്ട് ഈ മീൻ ഉറക്കം തൂങ്ങി മീൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വേറെ വല്ല മീനും വേറെ വല്ല പേരും ഒറിജിനലി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതിനെ കാണുമ്പോൾ പെരുമ്പാമ്പിൻ്റെ പുറകെ ഇരിക്കുന്ന പോലെ തോന്നുന്നു. ആ ഒരു ഡിസൈൻ പോലെയൊക്കെ തോന്നുന്നു. പിന്നെ ഇത് രോഹുവാന്ന് തോന്നുന്നു. ഇനി നമുക്ക് രോഹു അങ്ങ് വെട്ടാം. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഇതിൻ്റെ മുള്ള് തിങ്ങനെ. ഇത് പുല്ലനാണോ? അല്ലല്ലോ, പുല്ലൻ്റെ പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ തല ഇച്ചിരി വീതിയിലിരിക്കുന്നു. എന്നാൽ തിലോപ്പിയ അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് രോഹു തന്നെയാണ്. വളർത്തുമീനില്ലേ അത്. ഇവിടെ വെട്ടാം. ഇത് കളയാം. ഇത് തല വെച്ചേക്കണോ? ഇനി നമുക്ക് രോഹു ക്ലീൻ ചെയ്തെടുക്കാം. അതായത് രോഹുവിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ചെകിളയൊക്കെ കളഞ്ഞ് നമുക്ക് രോഹുവും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. രോഹുവിൻ്റെ തലയ്ക്ക് നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. നിങ്ങൾക്ക് ഏത് മീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മീൻ വളർത്തുന്നിടത്തുനിന്ന് ചാടിപ്പോകുന്ന മീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രോഹു വളർത്തുമീനാണല്ലോ. അപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്കും വളർത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ ചാടിപ്പോവുമല്ലോ. അപ്പോൾ അങ്ങനെ ചാടിപ്പോകുന്ന മീനിൻ്റെ കുഞ്ഞാണെന്നാണ് തോന്നുന്നത്. എന്നാണെങ്കിലും നമുക്ക് ഒരു വളർത്തുമീനും കൂടെ അങ്ങനെ വലയിൽ കിട്ടി. എൻ്റെ വീഡിയോഗ്രാഫർ അമ്മയാട്ടോ. യൂട്യൂബിൽ നമുക്ക് ഒരു കുഞ്ഞ് ചാനലുണ്ട്. ദിയ ഡ്രീംസ് 123 എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യണം. എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കല്ലേ. രോഹുവിന് കട്ടിയുള്ള ചെതുമ്പലായതുകൊണ്ട് കത്രിക വെച്ച് കളയാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഒരു പിച്ചാത്തി വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് പിച്ചാത്തിയാണ്. ചെകിള വെറുതെ ദൂരെ പോകും. ഞാൻ വേറെ പിച്ചാത്തി എടുത്ത്
ശരിയാകുമല്ലോ. ഇനി നമുക്ക് വാലും കൂടെ ജസ്റ്റ് ഒന്ന് കളയാം കേട്ടോ. ഇതിന് മൂർച്ചയില്ലാത്തതാണ്, പുളി പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് ഓരോ വള്ളത്തെയും ക്ലീൻ ചെയ്ത് എടുക്കാവേ. വേസ്റ്റ് ഇവിടെ വേസ്റ്റ് ഇടാൻ പറ്റും. കൂട് പറഞ്ഞു പോയോ? ഭയങ്കര കാറ്റല്ലേ. ദേ അങ്ങോട്ട് കാണിച്ച്, അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒന്ന് കാണിച്ച്. ഇവിടെ കാറ്റത്ത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം. ഇനി ബാക്കിയെല്ലാം ഒന്ന് വെട്ടി. അപ്പോഴേ ഞാൻ ബാക്കി മീനൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും. ടാറ്റാ.